സംസ്ഥാനത്ത് മഴ ശക്തമാവുകയാണ്. ഇന്ന് ഇടുക്കി, വയനാട്, മലപ്പുറം ജില്ലകളിൽ റെഡ് അലർട്ടാണ്. 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. ജലനിരപ്പ് ഉയരുന്നതിനെ തുടർന്ന് വിവിധ നദികളിൽ പ്രളയ സാധ്യതാ മുന്നറിയിപ്പ് നൽകി. മഴക്കെടുതിയും രൂക്ഷമാണ്. വിവിധ ജില്ലകളിൽ കനത്ത മഴയാണ് അനുഭവപ്പെടുന്നത്. അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് സംസ്ഥാന ജലസേചന വകുപ്പ് വിവിധ നദികളിൽ ഓറഞ്ച്, മഞ്ഞ അലർട്ടുകൾ പ്രഖ്യാപിച്ചു. മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് നിലവിൽ 134 അടിയായി ഉയർന്നു. ജലനിരപ്പ് 136 അടിയിലെത്തിയാൽ വെള്ളം പുറത്തേക്കൊഴുക്കും. വയനാട്ടിൽ ശക്തമായ മഴയാണ്. ബത്തേരിയിൽ കല്ലൂർ പുഴ കര കവിഞ്ഞു. പുഴങ്കുനി ഉന്നതിയിൽ വെള്ളം കയറി. കുടുംബങ്ങളെ ക്യാമ്പിലേക്ക് മാറ്റി. ഇന്നലെ മലവെള്ളപ്പാച്ചിലുണ്ടായ ചൂരൽമലയിൽ അതീവ ജാഗ്രത തുടരുകയാണ്. ഈ സാഹചര്യത്തിൽ ബെയിലി പാലം താൽക്കാലികമായി അടച്ചു. മഴ കുറയുന്നതുവരെ പ്രദേശത്തേക്ക് ആരെയും കടത്തിവിടില്ല. കോഴിക്കോട് മലയോര മേഖലകളിലും ശക്തമായ മഴയാണ്. ഇരുവഴിഞ്ഞിയിലും ചെറുപുഴയിലും ജലനിരപ്പുയർന്നു. മുക്കം പുൽപ്പറമ്പ് കൂളിമാട് റോഡ്, പുൽപ്പറമ്പ് നായർകുഴി റോഡിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു. ഇടുക്കിയിൽ മഴ നാശം വിതച്ചിട്ടുണ്ട്. പലയിടങ്ങളിലും മരം കടപുഴകി. മാങ്കുളത്ത് സുകുമാരൻകട പാമ്പുംകയം റോഡ് ഒലിച്ചുപോയി. പൊന്മുടി ഡാമിന്റെ 3 ഷട്ടറുകളും കല്ലാർകൂട്ടി 5 ഷട്ടറുകളും ലോവർ പെരിയാർ 5 ഷട്ടറുകളും ഉയർത്തിയിട്ടുണ്ട്. പൊന്മുടി ഡാമിന്റെ 3 ഷട്ടറുകളും കല്ലാർകൂട്ടിയും ലോവർ പെരിയാറും 5 ഷട്ടറുകളും ഉയർത്തിയിട്ടുണ്ട്. പാലക്കാടിന്റെ പടിഞ്ഞാറൻ മേഖലയിൽ ശക്തമായ മഴയാണ്. ഭാരതപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് പട്ടാമ്പി കീഴായൂരിൽ പുഴ കര കവിഞ്ഞു. നമ്പ്രം റോഡ് വെള്ളത്തിനടിയിലായി. പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നതോടെ ആലുവ ശിവക്ഷേത്രം വെള്ളത്തിൽ മുങ്ങി. ഇതേ തുടർന്ന് പിതൃതർപ്പണ ചടങ്ങുകൾ പൂർണ്ണമായി കരയിലേക്ക് മാറ്റി. സമീപത്തെ പാടശേഖരങ്ങളും വെള്ളത്തിൽ മുങ്ങി. തൊടുപുഴയാർ കര കവിഞ്ഞ് KSRTC ബസ് സ്റ്റാൻഡിലെ പാർക്കിംഗ് ഏരിയയിൽ വെള്ളം കയറി. മൂവാറ്റുപുഴയിൽ വീടുകളിലും വെള്ളം കയറി. തിരുവനന്തപുരം പുതുകുറിശ്ശിയിൽ വള്ളം മറിഞ്ഞ മത്സ്യത്തൊഴിലാളിയെ കാണാതായി. 4 പേർ നീന്തി രക്ഷപ്പെട്ടു. പള്ളിത്തുറയിൽ കടലാക്രമണം രൂക്ഷമാണ്. 3 വീടുകൾ അപകടാവസ്ഥയിലാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് എറണാകുളം ജില്ലയിലെ പെരിയാറിന്റെ തീരത്തുള്ള താഴ്ന്ന പല സ്ഥലങ്ങളിലും വെള്ളം കയറി. ഏലൂരിലും പറവൂരിലും വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് പലരെയും മാറ്റിപ്പാർപ്പിച്ചു. കിഴക്കൻ മേഖലകളിലെ കനത്ത മഴയാണ് പെരിയാറിലെ ജലനിരപ്പ് ഉയർത്തിയത്. ഭൂതത്താൻ അണക്കെട്ടിന്റെ മുഴുവൻ ഷട്ടറുകളും തുറന്നതോടെയാണ് പെരിയാറിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചത്. 9 ഷട്ടറുകൾ വഴി സെക്കൻഡിൽ 24 ലക്ഷം ലിറ്ററാണ് പെരിയാറിലേക്ക് എത്തുന്നത്. ഇതോടെ പെരിയാറിലെ ജലവിധാനം ഉയർന്നു. ഇന്നലെ രാത്രിയോടെ ഏലൂർ, പറവൂർ മേഖലകളിൽ പലയിടങ്ങളിലും പെരിയാറിന്റെ തീരത്തുള്ള വീടുകൾ വെള്ളത്തിന്റെ പിടിയിലായി. ഏലൂർ നഗരസഭയിലെ ബോസ്കോ കോളനിയിൽ വെള്ളം കയറി. തുടർന്ന് 45ഓളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വന്നു. നഗരസഭയിലെ ബോസ്കോ കോളനി, പവർലൂം, അംഗൻവാടി എന്നീ പ്രദേശങ്ങളിലാണ് ഇന്നലെ രാത്രി 1 മണി മുതൽ വെള്ളം കയറി തുടങ്ങിയത്. രാത്രി ഒരു 12 മണിയായപ്പോൾ തൊട്ട് വെള്ളം കയറി തുടങ്ങിയതാണ്. 2 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഈ ലെവലിലായി. നല്ല സ്പീഡിലാണ് വെള്ളം കയറി. 4-5 വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട് ഇപ്പോൾ അത്യാവശ്യം. പിന്നെ കുറച്ച് പേര് നമ്മളെ സ്കൂളിലേക്ക്, ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. പെട്ടെന്നൊരു മുന്നറിയിപ്പ് ഇല്ലാണ്ടാണ് ഇത്രയും വെള്ളം മുങ്ങി വന്നത്. രാത്രി ആയതുകൊണ്ട് ഓരോരുത്തർ അറിയിച്ചതുകൊണ്ട് നമുക്ക് ഇത് കാണാൻ പറ്റി. അല്ലാന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടായിരുന്നു. കാരണം എല്ലാ വീട്ടിലും കുട്ടികളും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഏലൂർ ഗവൺമെന്റ് കുറ്റിക്കാട്ടുകര UP സ്കൂളിലും സമീപത്തെ യൂണിയൻ ഓഫീസുകളിലും ക്യാമ്പ് തുടങ്ങിയിട്ടുണ്ട്. കുറേ ആളുകൾ ബന്ധുക്കളുടെ വീട്ടിലേക്ക് മാറി. പെരിയാറിൽ ഇനിയും ജലനിരപ്പ് ഉയർന്നാൽ കൂടുതൽ പേരെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വരും. പറവൂർ മേഖലയിലും ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. തൃശൂർ വാഴച്ചാലിൽ കാട്ടാന ചാലക്കുടി പുഴയിൽ ഒഴുക്കിൽപ്പെട്ടു. വാഴച്ചാൽ പാലത്തിന് സമീപം രാവിലെ 11 മണിയോടെയാണ് ആനയെ ഒഴുക്കിപ്പെട്ട നിലയിൽ ആളുകൾ കാണുന്നത്. പിന്നീട് പെരിങ്ങൽകുത്ത് ഡാമിന്റെ ഷട്ടറുകൾ അടച്ചാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആനയെ രക്ഷപ്പെടുത്തിയത്. 3 മണിക്കൂർ സമയമെടുത്താണ് ആന പുഴ കടന്നത്. കാട്ടിൽ കുടുങ്ങിയ നിയുക്ത MLA ആര്യാടൻ ഷൗക്കത്തിനെയും പോലീസ്, ഫയർഫോഴ്സ്, വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയും ഇക്കരയ്ക്കെത്തിച്ചു. 2 മണിക്കൂറോളമാണ് ഷൗക്കത്തും സംഘവും കാട്ടിൽ കുടുങ്ങിയത്. എൻജിൻ തകരാറ് പരിഹരിച്ചതിനു ശേഷം ഇവരെ പിന്നീട് ചാലിയാർ പുഴയുടെ മറുകരയിൽ എത്തിക്കുകയായിരുന്നു. കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആദിവാസിയുടെ മൃതദേഹം വാണിയംപുഴയിൽ എത്തിച്ച് മടങ്ങവെയാണ് സംഭവം. ഹിമാചൽ പ്രദേശിൽ മേഘവിസ്ഫോടനത്തെ തുടർന്ന് 2 പേർ മരിച്ചു. 20 പേരെ കാണാതായി.
കാംഗ്ര ജില്ലയിലെ മണൂനി ഘാതിലെ നദിയിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുകയും 20ഓളം പേർ ഒഴുക്കിൽപ്പെടുകയുമാണ് ചെയ്തത്. ഇന്ദിരാ പ്രിയദർശിനി ജലവൈദ്യുത പദ്ധതിയുടെ സമീപമുള്ള ലേബർ കോളനിയിൽ താമസിച്ചിരുന്ന തൊഴിലാളികളാണ് ഒഴുക്കിൽപ്പെട്ടത്. പ്രദേശത്ത് ശക്തമായ മഴ തുടരുകയാണ്. കുളു ജില്ലയിലെ മണാലി, ബഞ്ചാർ എന്നിവിടങ്ങളിലും മലവെള്ളപ്പാച്ചിൽ ഉണ്ടായി. കാണാതായവർക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. ബിയാസ് നദി നിറഞ്ഞൊഴുകി മണാലി ചണ്ഡീഗഡ് ദേശീയപാത ഭാഗികമായി തകർന്നു. അടുത്ത 4 ദിവസവും ശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്.